പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജൂൺ മാസം 5-ാം തീയതി സ്തോത്രം വെള്ളിയാഴ്ച രാവിലെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തി. കരമുയർത്തി സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നു. കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ യേശു നല്ലവനാകുന്നു. അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകും. ഈ പകൽക്കാലവും നമ്മളെ അത്ഭുതകരമായി നടത്തുന്നതോർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരമുയർത്തി പറ, കർത്താവേ, ഇന്ന് പകലിനെ അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം, അതിശയകരമായി നടത്തുന്നതിന് സ്തോത്രം, ശ്രേഷ്ഠമായി നടത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങേക്ക് ഞങ്ങളോടുള്ള ദയ വലുതാ. തിരുവഴുത്തി പറയുന്ന ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അങ്ങയുടെ ദയ ഞങ്ങളോടുള്ള വലുതാ. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ ഞങ്ങളോടുള്ള അങ്ങയുടെ കരുണ വലുതാ. ആ കരുണയ്ക്കും ദയയ്ക്കും ഒക്കെ ആയിട്ട് അപ്പം ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കരുണയ്ക്കും ദയയ്ക്കും ഒക്കെ ആയിട്ട് അപ്പം ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കരുണയ്ക്കും ദയയ്ക്കും ഒക്കെ ആയിട്ട് ഞങ്ങൾ അപ്പയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങളോടുള്ള കരുണ വലുതാകിയാൽ സ്തോത്രം, ഞങ്ങളോടുള്ള ദയ വലുതാകിയാൽ സ്തോത്രം. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തോത്രം പറയുന്ന കർത്താവെ, അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി. യേശു ക്രിസ്തുവിനായിട്ട് സ്തോത്രം, യേശുവിൻ്റെ രക്തത്തിനായിട്ട് സ്തോത്രം, ഞങ്ങൾക്ക് നിത്യജീവനായിട്ട് സ്തോത്രം, ഞങ്ങളുടെ ഉള്ളിൽ പകർന്ന പരിശുദ്ധാത്മാവിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളിൽ നിന്ന് ഒഴുകുന്ന ജീവജല നദികൾക്കായിട്ട് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേൾക്കുന്നവനാകിയാൽ സ്തോത്രം. അങ്ങ് സകല ജഡത്തിൻ്റെ ദൈവമായ യഹോവയാകിയാൽ സ്തോത്രം. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും കൊടുപ്പാൻ അങ്ങ് സമ്പന്നനാകിയാൽ സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഓരോരുത്തരെയും വ്യക്തിപരമായി ഞങ്ങളുടെ കാര്യങ്ങളിൽ തരിക. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പരിശുദ്ധാത്മാവിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. രക്തസ്രവക്കാരി സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തുമ്പിൽ തൊട്ടപ്പോൾ അങ്ങയുടെ ശക്തി അവളിലേക്ക് പുറപ്പെട്ടതുപോലെ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി തൻ്റെ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ. എത്ര വലിയ മഹാമാരിയായാലും, എത്ര വലിയ മഹാരോഗങ്ങളായാലും യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓപ്പറേഷനുകളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. ആമേൻ. ഓപ്പറേഷൻ ചെയ്ത് മാത്രമേ സൗഖ്യമാകുകയുള്ളൂ എന്ന് പറഞ്ഞ കേസുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് കഴുത്തിൻ്റെ ഭാഗത്ത്, പിൻഭാഗത്ത് ദൈവിക അത്ഭുതത്തിൻ്റെ കരം സ്പർശിക്കപ്പെടുന്നതിനായി സ്തോത്രം. ആ കഴുത്തിൻ്റെ അവിടുത്തെ നട്ടെല്ലുകളോടുള്ള ബന്ധത്തിൽ ദൈവിക അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ആ സർവൈക്കൽ റീജിയനിൽ ഉണ്ടായിരിക്കുന്ന ചില ഇഞ്ചുറികൾ, ചില ഡാമേജുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സർജറി കൂടാതെ തന്നെ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവിൻ്റെ അത്ഭുത സൗഖ്യം കൊടുത്തതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവ് ഉദരത്തിലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. എല്ലാ ഉദര രോഗങ്ങളും, വയറിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ, ആന്തരിക അവയവങ്ങളിൽ കിടക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഡൈജസ്റ്റീവ് ഇഷ്യൂസ് എല്ലാം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ജോലി ഇല്ലാതെ മക്കൾ ആരൊക്കെ ഇത് കേൾക്കുന്നോ ഇവർക്ക് ഈ ജൂൺ മാസത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ജോലി ലഭിക്കട്ടെ. ബിസിനസ്സിൽ ഉയർച്ച ലഭിക്കട്ടെ. സാമ്പത്തിക കെടുതികൾ വിട്ടുപോകട്ടെ. ദൈവിക സമൃദ്ധി യേശുവിൻ്റെ നാമത്തിൽ ഇവർക്കുണ്ടാകട്ടെ. ആമേൻ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭവനങ്ങൾക്കകത്ത് ദൈവിക സമാധാനം, ശാലോം വ്യാപരിക്കട്ടെ. ദൈവിക സമാധാനം വ്യാപരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു, അവരെ ബലപ്പെടുത്തണം. പ്രത്യേകിച്ച് ഇന്നത്തെ സഭായോഗം അനുഗ്രഹപൂർണ്ണമായി തീരണം. പ്രാർത്ഥന ഘട്ടത്തിനായിട്ട് സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് അനുവദിക്കുന്ന പക്ഷം നമുക്ക് ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും.
ആമേൻ. കർത്താവ് നിങ്ങൾക്ക് തരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടൊപ്പം ഇരിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വചനം 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 58-ാമത്തെ വാക്യം, അവസാന വാക്യം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവീൻ. കർത്താവിൻ്റെ വേലയിൽ എന്ത് ചെയ്യണം? വർദ്ധിച്ചു വരുന്നവരായിരിക്കണം. വാമേൻ. കർത്താവിൻ്റെ വേലയിൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ ആമേൻ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനോടും അതോടൊപ്പം തന്നെ വിശ്വാസികളുടെ ഫ്യൂച്ചർ, അതായത് പുനരുത്ഥാനത്തോടുമുള്ള ബന്ധത്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഡെത്ത് ഹാസ് ബീൻ ഡിഫീറ്റഡ് ത്രൂ ക്രൈസ്റ്റ്. മരണം യേശു ക്രിസ്തു മുഖാന്തരം പരാജയപ്പെട്ടു. എന്നിട്ട് അതിനുശേഷം അപ്പോസ്തലൻ കൺക്ലൂഡ് ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. ആമേൻ. യേശു ക്രിസ്തുവിൽ നമ്മുടെ ഭാവി സുരക്ഷിതമായതുകൊണ്ട് നമ്മൾ വിശ്വസ്തരായും കർത്താവിൻ്റെ വേലയിൽ ഉന്മേഷമുള്ളവരുമായിരിക്കണം. ഇന്നലെ നമ്മൾ കേട്ടത് എന്തുവാ? റോമാലേഖനം 12:11 പറഞ്ഞ് ആമേൻ ആത്മാവിൽ എരിവുള്ളവരായിരിക്കണം, അലസരായിത്തീരരുത്, എരിവോടുകൂടെ കർത്താവിൻ്റെ വേല ചെയ്യണം. അപ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ അടുത്ത ഒരു ഫർദർ സ്റ്റെപ്പിലേക്ക് നമ്മളെ കൊണ്ടുപോകാം. എന്താ പറയുന്നത്? ആമേൻ. നമ്മൾ എന്തായിരിക്കണം? നമ്മൾ ഉറപ്പുള്ളവരായിരിക്കണം, കുലുങ്ങാത്തവരായിരിക്കണം. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് ആമേൻ എന്ത് ചെയ്യണം? അവൻ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ പലരും ഈ ലോകത്തിലെ നമ്മുടെ ജോലികളൊക്കെ ഭയങ്കര കഠിനമായി ചെയ്ത് ഈ ഭൂമിയിലെ അവാർഡുകൾ വാങ്ങിക്കുവാൻ അല്ലെങ്കിൽ റിവാർഡുകൾ കിട്ടുവാൻ വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ വേദപുസ്തകം പറയുക, നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് 2 തരത്തിലുള്ള പ്രതിഫലമാണ് ലഭിക്കുന്നത്. ഈ ഭൂമിയിലും നമുക്ക് റിവാർഡുണ്ട്, ആമേൻ. സ്വർഗത്തിലും നമുക്ക് റിവാർഡുണ്ട്. ഭൂമിയിലും നമുക്ക് പ്രതിഫലമുണ്ട്, സ്വർഗത്തിലും നമുക്ക് പ്രതിഫലമുണ്ട്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ആത്മാക്കളോട് മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നത്, നമ്മൾ കഷ്ടതയിലിരിക്കുന്നവരെ പ്രയാസത്തിലിരിക്കുന്നവരെ സന്ദർശിക്കുന്നത്, നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന നന്മകളുടെ ഓഹരികളെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്, എല്ലാ തരത്തിലുള്ള വേലകളും ആമേൻ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ എല്ലാ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. ആമേൻ. ചില സമയത്ത് നമ്മൾ ചെയ്യുന്ന ആരും ശ്രദ്ധിക്കപ്പെട്ടെന്ന് വരത്തില്ല. ചിലപ്പോൾ നമ്മൾ സഭാ ഹാളിൽ പോയി കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് പ്രഭാതത്തിൽ ഈ മീറ്റിംഗ് നടക്കുന്നതിന് ഇന്നലെ കുറേ പേര് വന്ന് പ്രാർത്ഥിച്ചു. അത് ആരും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. കുറേ പേര് ഈ രാത്രിയിൽ പോയി അവിടെ ശുശ്രൂഷകൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ സൗണ്ട് സിസ്റ്റവും മറ്റുമെല്ലാം അറേഞ്ച്, അതൊന്നും ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല. പക്ഷേ ഈ ലോകത്തിൽ ഒരു പക്ഷേ അത് ആരും ശ്രദ്ധിക്കപ്പെടുകയും ആരും നമ്മളെ അതിൻ്റെ പേരിൽ അഭിനന്ദിക്കുകയും ചെയ്തില്ല എങ്കിൽ പോലും ഇത് കാണുന്ന ഒരു ദൈവമുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് കാണുന്ന ദൈവം ഇവിടെയും നമ്മളെ അനുഗ്രഹിക്കും. അവിടെയും ഉദാഹരണം പറഞ്ഞാൽ നോഹയുടെ കർത്താവ് പറഞ്ഞാൽ നീ പെട്ടകം പണിയാൻ പറ്റും. നോഹ പെട്ടകം പണിയുമ്പോൾ പലരും പരിഹസിച്ചു. പക്ഷേ അവസാനം എന്ത് ചെയ്തു? കർത്താവ് അതിന് പ്രതിഫലം കൊടുത്തില്ലേ? ഇപ്പം നെഹമ്യാവ് ആമേൻ മതിൽ പണിയുമ്പോഴും എന്താ സംഭവിച്ചു? മതിൽ പണിയുന്ന നെഹമ്യാവിനെ അവൻ പലരും നിരുത്സാഹപ്പെടുത്താൻ നോക്കി. പക്ഷേ ദൈവത്തിൻ്റെ പ്രവൃത്തി സാധാരണമായി നെഹമ്യാവിലൂടെ സംഭവിച്ചു. പൗലോസ് എന്നാ ചെയ്ത്? പൗലോസും ഈ വേലയിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ദൈവം പൗലോസിൻ്റെ ജീവിതത്തിലും ആമേൻ ഭയങ്കര അനുഗ്രഹങ്ങളെ കൊടുത്തു. സോ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക ഈ പ്രഭാതത്തിൽ ആമേൻ കർത്താവിൻ്റെ വേലയിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. നമ്മളെ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും ആമേൻ നമുക്കാകുന്ന രീതിയിൽ നിങ്ങൾ ആയിരിക്കുന്ന ദേശത്ത് നിങ്ങളുടെ ദൈവസഭയെ സഹായിക്കുക, കർത്തൃദാസന്മാരെ സഹായിക്കുക, കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരിക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവരെ ആമേൻ അവരുടെ വിഷയങ്ങൾ എടുത്തു വെച്ച് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പ്രത്യേകമായി ദൈവസന്നിധിക്കുക. ഇതിൻ്റെ പ്രതിഫലം 2 രീതിയിലാണ്. ഒന്ന് ഭൂമിയിലുണ്ട്. ഭൂമിയിൽ ദൈവത്തിൻ്റെ സ്പെഷ്യൽ ഗ്രേസ്. ഈ മാസം നമ്മൾ സ്പെഷ്യൽ ഗ്രേസിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്പെഷ്യൽ ഗ്രേസ് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടും. ദൈവികമായ അവസരങ്ങളെ ദൈവം നമുക്ക് തുറന്നു തരും. ആത്മീക വളർച്ച നമുക്കുണ്ടാകും. ആമേൻ. ഭയങ്കര സന്തോഷം കർത്താവ് നമുക്ക് തരും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ ദൈവിക അനുഗ്രഹമുണ്ടാകും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ നിത്യമായ പ്രതിഫലം ഉണ്ടാകും. നീതിയുടെ കിരീടം നമുക്ക് കിട്ടും. ദൈവത്തിൽ നിന്ന് അപ്രീസിയേഷൻ, കർത്താവിൽ നിന്ന് അപ്രീസിയേഷൻ കിട്ടും. ആമേൻ. സ്വർഗത്തിൽ നമുക്ക് ആമേൻ സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന നന്മകളെ പ്രാപിക്കുവാൻ കഴിയും. അതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആ കൈ ഒന്ന് നെഞ്ചത്തോട് വെച്ച്, പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ കേട്ട സന്ദേശപ്രകാരം ഞങ്ങൾ ഇവിടെയും അവിടെയും പ്രതിഫലമുള്ള ദൈവരാജ്യത്തിൻ്റെ വേലയിൽ
ഞങ്ങൾ വർദ്ധിച്ചു വരുന്നവരായി തീരട്ടെ. ഈ മക്കളെല്ലാവരും ഇവിടെയും അവിടെയും പ്രതിഫലം മേടിക്കുന്നവരായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായിരിപ്പീൻ. ആമേൻ. കരമുയർത്തി പറ, അവൻ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ്. ഈ മെസ്സേജ് നിങ്ങൾ ഷെയർ ചെയ്യുന്നതും ഒരു ദൈവിക പ്രതിഫലത്തിന് കാരണമായി തീരും കേട്ടോ. അതുകൊണ്ട് മെസ്സേജ് ഷെയർ ചെയ്ത് കൊടുക്കുക. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ.